ഒരു വാക്ക് പല രാത്രികളിലും നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല. ആ വാക്കാണ് വേണമെങ്കിൽ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയും. അന്ന് അയാൾക്ക് ഓഫീസിൽ വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. തീർക്കാനുള്ള ഫയലുകൾ, കാത്തിരിക്കുന്ന ക്ലയന്റുകൾ, മീറ്റിങ്ങുകൾ, അങ്ങനെ ഒരുപാട് തിരക്കുള്ള ദിവസം. കുറച്ചു ദിവസം മുന്നേ കുടുംബത്തോട് യാത്ര പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ എല്ലാം കൂടെ ആകെ തിരക്ക്. ജോലികളെല്ലാം കുന്നുപോലെ കൂടിക്കിടക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് അദ്ദേഹം ഓഫീസിലെത്തിയത്. അപ്പോഴാണ് മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോ പല പ്രാവശ്യമായി. അമ്മയാണ്. ചിലപ്പോൾ പോയ വിശേഷം തിരക്കാനായിരിക്കും. തിരക്കൊഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വിളിക്കാം എന്ന് അയാൾ കരുതി. പക്ഷേ അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഇത് പതിവില്ല. വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അയാൾ തിരക്കിലാണ്, പിന്നെ വിളിക്കുമെന്ന് കരുതിയിരിക്കേയുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ കുറെ തവണയായപ്പോൾ ഫോൺ എടുത്തു. ഫോൺ എടുത്ത അയാൾ കേട്ടത് അമ്മയുടെ പരിഭ്രമം നിറഞ്ഞ, സങ്കടം നിറഞ്ഞ ശബ്ദമായിരുന്നു. അമ്മയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ഒരു അപകടം പറ്റി, മിംസ് ഹോസ്പിറ്റലാണ്, മോൻ വേഗം വരണം. ഇതാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ ശബ്ദത്തിലെ ഭയം, വിറയൽ, കരച്ചിൽ, അതെല്ലാം കേട്ടപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. മനസ്സിൽ ഒരാശ്വാസം തോന്നി. അമ്മ എപ്പോഴും അങ്ങനെയാണ്, വലിയ കാര്യമായി ഒന്നും ഉണ്ടാവില്ല. അയാൾക്കോ അയാളുടെ അച്ഛനോ ഒക്കെ പനി വന്നാൽ അമ്മ പിന്നെ ആകെ വെപ്രാളത്തിലാകും. അയാൾ ഹോസ്പിറ്റലിലെത്തി. റിസപ്ഷനിലെ കാര്യം തിരക്കി. റൂം കണ്ടെത്തി. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ. അവർ ഒന്നും പറയുന്നില്ല. ആകെ ആ വിഷമത്തിനിടയ്ക്ക് പറഞ്ഞത് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അദ്ദേഹം നേരെ ഡോക്ടറിന്റെ റൂമിലേക്ക് പോയി. ഡോക്ടർ റിപ്പോർട്ടുകളെല്ലാം മറച്ചു നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, പരിക്ക് വളരെ ഗുരുതരമാണ്. തലയ്ക്കും നട്ടെല്ലിനും പരിക്കുണ്ട്. ഉടനെ ഓപ്പറേഷൻ വേണം. ഒരു നിമിഷം ലോകം നിശ്ചലമായ പോലെയാണ് അയാൾക്ക് തോന്നിയത്. പിന്നെ അയാൾ ചോദിച്ചു, ഡോക്ടർ, എത്ര ചിലവ് വരും? ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുറഞ്ഞത് ഒരു 15 ലക്ഷം കരുതുന്നു. 15 ലക്ഷം! ആ സംഖ്യ മാത്രം അയാളുടെ മനസ്സിൽ മുഴങ്ങി. അയാൾ നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞു? അയാൾ പതുക്കെ പറഞ്ഞു, ഓപ്പറേഷൻ വേണം. കുറഞ്ഞത് 15 ലക്ഷം രൂപയാകും. റൂമിൽ ആകെ നിശബ്ദത. ആരും ഒന്നും സംസാരിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പതുക്കെ, അമ്മ വിഷമിക്കണ്ട. വേണമെങ്കിൽ എന്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണം തരാം. അമ്മ അച്ഛന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു, വേണ്ട മോനെ. നിന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി കരുതി വെച്ച പണമല്ലേ അത്. അച്ഛൻ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് ആർക്കറിയാം. പക്ഷേ നിന്റെ മോളുടെ ഭാവി അത് മുന്നിലുണ്ട്. അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ മുറിയിൽ മുഴങ്ങിയിരുന്നത് ഒരു വാക്കായിരുന്നു, വേണമെങ്കിൽ. അപ്പോൾ ആ അമ്മയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് വന്നത്. ആ ഹെൽത്ത് അഡ്വൈസർ എത്ര തവണ പറഞ്ഞതാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. അന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ലായിരുന്നു. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാനൊരു പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി പറയുന്നതല്ല. നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തയ്യാറെടുക്കാറുണ്ട്. വിവാഹത്തിന്, വീട് വയ്ക്കാൻ, കാറ് വാങ്ങാൻ, കുട്ടികളുടെ പഠനത്തിന്, റിട്ടയർമെന്റിന്. പക്ഷേ ഒരു അപകടത്തിന്, ഒരു വലിയ ഒരു രോഗത്തിന്, ഒരു ആശുപത്രി ബില്ലിന് എത്ര പേർ തയ്യാറെടുക്കാറുണ്ട്? കാരണം റിസ്ക് വന്നതിന് ശേഷം പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്നൊരു ചോദ്യം ചോദിക്കുന്നു. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു 15 ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നാൽ, ആശുപത്രി ബില്ല് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അത് എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇന്ന് തന്നെ പരിശോധിക്കൂ. കാരണം ചില തീരുമാനങ്ങൾ അത് നേരത്തെ എടുക്കുമ്പോഴാണ് ഏറ്റവും വിലപ്പെട്ടതാകുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എത്ര എന്ന് അറിയണമെന്നുണ്ടോ? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ അറിയൂ.